ശത്രുവീതി കേട്ടതെല്ലും നാടെങ്ങിടിലും ചൂരച്ചെടി തണലിൽ ഞാൻ ഉറങ്ങിടിലും വന്നുണർത്തി താരും ദൂതർ കാനലാടകൾ തിന്ന് തൃപ്തനാക്കി നടത്തിയിടും ദീനം ദീനമായി വന്നുണർത്തി താരും ദൂതർ കാനലാടകൾ തിന്നു തൃപ്തനാക്കി നടത്തിയിടും ദീനം ദീനമാ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് 59 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഈ സങ്കീർത്തനം ചമയ്ക്കുവാനുള്ള ഒരു കാരണവും കൂടെ നമ്മളിവിടെ അറിയിക്കുന്നുണ്ട്. സംഗീത പ്രമാണിക്ക് നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ദാവീദിൻ്റെ ഒരു സ്വർണഗീതം. അവനെ കൊല്ലേണ്ടതിന് ശൗല് അയച്ച ആളുകൾ വീട് കാത്തിരുന്ന കാലത്ത് ചമച്ചതെന്നാണ് വചനം നമ്മളെ ഇവിടെ കേൾപ്പിക്കുന്നത്. നമുക്ക് വായിക്കാം. എൻ്റെ ദൈവമേ, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നോട് എതിർക്കുന്നവരുടെ വശത്ത് നിന്ന് എന്നെ ഉദ്ധരിക്കണമേ. നീതിയോട് പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് രക്തപാതകന്മാരുടെ പക്കൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഇതാ അവർ എൻ്റെ പ്രാണനായി പതിയിരിക്കുന്നു. യഹോവേ, ബലവാന്മാർ എൻ്റെ നേരെ കൂട്ടം കൂടുന്നത് എൻ്റെ അതിക്രമം ഹേതുവായിട്ടല്ല, എൻ്റെ പാപം ഹേതുവായിട്ടുമല്ല. എൻ്റെ പക്കൽ അകൃത്യം ഇല്ലാതെ അവർ ഓടി ഒരുങ്ങുന്നു. എന്നെ സഹായിപ്പാൻ ഉണർന്ന് കടാക്ഷിക്കണമേ. ദൈവമക്കളെ, പതറിപ്പോകാവുന്ന, ഇടറിപ്പോകാവുന്ന, വിശ്വാസം വ്യതിചലിച്ച് പോകാവുന്ന ഒരു വലിയൊരു സന്ദർഭം ദാവീദ് രാജാവിനെ നേരിട്ടപ്പോൾ അദ്ദേഹം തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്നൊരു പ്രാർത്ഥന തന്നെയാണ്. അങ്ങനെ 59 സങ്കീർത്തനം അവിടെ ചമയ്ക്കുകയാണ്. ദാവീദിൻ്റെ ഒരു സ്വർണഗീതം എന്നാണ് പറയുന്നത്. അവനെ കൊല്ലേണ്ടതിന് ശൗൽ അയച്ച ആളുകൾ വീട് കാത്തിരുന്ന കാലത്ത് ചമച്ചതെന്ന് പറയുമ്പോൾ തൻ്റെ അഭിഷക്തൻ, രാജാവ് ബഹുമാനിക്കേണ്ട ഒരാള്, ആദരവ് സ്വീകരിക്കേണ്ട ഒരാള് ശത്രുവശത്ത് നിന്നുകൊണ്ട് തനിക്കുള്ളവരെയെല്ലാം ദാവീദിൻ്റെ വീടിന് ചുറ്റും അയച്ചിരിക്കുക. ശത്രുക്കൾ വീടിന് ചുറ്റും പതിയിരിക്കുന്നൊരനുഭവം. ഇത്രയേറെ പേരെ വിട്ടതുപോലും അത് രാജാവാകുന്നു. രാജാവ് പറഞ്ഞതുപോലെ കേൾക്കേണ്ടവർ, അവിടെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സാഹചര്യത്തിൽ ദാവീദ് രാജാവ് ചമച്ച ഒരു സങ്കീർത്തനം എന്ന് പറയുമ്പോൾ ദാവീദ് രാജാവിൻ്റെ വിശ്വാസം അത്ര വലുതായിരുന്നു. ഇടറിപ്പോകുന്ന, പതറിപ്പോകുന്ന അനുഭവങ്ങളേറെ ഉണ്ടാകുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുക. കുറ്റപ്പെടുത്തലോ പഴിചാരലോ ഇല്ലാതെ, എൻ്റെ ദൈവമേ, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നോട് എതിർക്കുന്നവരുടെ വശത്ത് നിന്ന് എന്നെ ഉദ്ധരിക്കണമേ. നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ചു രക്തപാതകന്മാരുടെ പക്കൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഇതാ അവർ എൻ്റെ പ്രാണനായി പതിയിരിക്കുന്നു. യഹോവേ, ബലവാന്മാർ എൻ്റെ നേരെ കൂട്ടം കൂടുന്നത് എൻ്റെ അതിക്രമം ഹേതുവായിട്ടല്ല, എൻ്റെ പാപം ഹേതുവായിട്ടുമല്ല. എൻ്റെ മക്കൾ അകൃത്യമില്ലാതെ അവർ ഓടി ഒരുങ്ങുന്നു. എന്നെ സഹായിപ്പാൻ ഉണർന്ന് കടാക്ഷിക്കണമേ. എന്നെ സഹായിപ്പാൻ ഉണർന്ന് കടാക്ഷിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. വീടിന് ചുറ്റിനും ശത്രുക്കൾ ചുറ്റി നിൽക്കുമ്പോൾ ഒരു മയവില്ലാതെ, ഒരു വിട്ടുവീഴ്ചയില്ലാതെ രാജാവിൻ്റെ കൽപ്പന കേട്ട് ദാവീദ് രാജാവിൻ്റെ വീടിന് ചുറ്റും ശത്രുക്കൾ തൻ്റെ പ്രാണനായി കാത്തിരിക്കുമ്പോൾ ദൈവമക്കളെ, കർത്താവിൻ്റെ സന്നിധി ചമച്ച ഒരു സങ്കീർത്തനം. എന്നെ സഹായിപ്പാൻ ഉണർന്ന് കടാക്ഷിക്കണമേ. ഏറ്റവും വലിയൊരു സഹായകനെയാണ് ദാവീദ് രാജാവ് ആ സമയത്ത് കണ്ടെത്തുന്നത്. ആ സമയത്ത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് ഇതുപോലൊരു സന്ദർഭം ജീവിതത്തിൽ വിശ്വാസികൾ നേരിടേണ്ട അവസ്ഥ വരുമ്പോഴാണ് ദൈവമക്കളെ പലരുടെയും വിശ്വാസവും അവിശ്വാസവും വേർതിരിഞ്ഞ് പ്രത്യേകമായിട്ട് അറിയുന്ന ഒരു സാഹചര്യം. പ്രശ്നങ്ങളെ കണ്ടു കഴിയുമ്പോൾ പതറിപ്പോകുന്ന ഒരനുഭവമായിരുന്നില്ല. വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്നെ സഹായിപ്പാൻ ഉണർന്ന് കടാക്ഷിക്കണമേ. എന്നെ സഹായിപ്പാൻ, സഹായത്തിനു വേണ്ടി സ്വർഗസ്ഥനായ പിതാവിനോട് യാചിക്കുന്ന ദാവീദ് രാജാവ്. ഇവിടെ ദൈവമക്കളെ പുറത്തോട്ടിറങ്ങാൻ പറ്റത്തില്ല. ചുറ്റിനും ശത്രുക്കൾ. അവർ കാത്തിരിക്കുന്നത് ദാവീദിൻ്റെ പ്രാണന് വേണ്ടി മാത്രമാണ്. എന്നാൽ അകത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിലേക്ക് സഹായത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന തൻ്റെ അഭിഷക്തൻ, ആമേ സ്തോത്രം, അകത്തുണ്ടായിരിക്കെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ
വീടിനകത്തും പുറത്തും വാളൂരി പിടിച്ചിരിക്കുന്ന ദൂതഗണങ്ങളെ കർത്താവ് ഒരുക്കില്ലയോ? ആ സമയത്തും ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ഒരു കുറ്റപ്പെടുത്തലോ പഴിചാരലോ ഇല്ലാതെ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്ന തൻ്റെ അഭിഷക്തൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതെ പോവുമോ? ദൈവമക്കളെ, ഒരു പക്ഷേ ഇതേപോലെ വീടിന് ചുറ്റും നമുക്കെതിരായിട്ട് ശത്രുക്കൾ ചുറ്റി നിൽക്കുകയാണ്. വീഴ്ച കാണാൻ, അധപ്പതനം കാണുവാൻ, കണ്ണുനീര് കാണുവാൻ, കൈയടിക്കുവാൻ കൊതിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ. ഇന്ന് നമ്മുടെ ഭവനത്തിൻ്റെ അവസ്ഥ അതായിരിക്കാം. കടക്കാർ നിമിത്തം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ നിമിത്തം, ചിലപ്പോൾ ഒരു മകൻ നിമിത്തം, ഒരു മകൾ നിമിത്തം, അമ്മ നിമിത്തം, അച്ഛൻ നിമിത്തം, ഭർത്താവ് നിമിത്തം, ഒരു ഭാര്യ നിമിത്തം, ഇതുപോലെ പ്രശ്നങ്ങളുടെ നടുവിൽ കിടന്നുകൊണ്ടും തളർന്നു പോകാതെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കളെ വിടുതൽ പ്രാപിക്കാതിരിക്കത്തില്ല. ദൈവമക്കളെ, ആരാണിപ്പോൾ ശത്രുക്കൾ? യേശു കർത്താവ് പറഞ്ഞു, മനുഷ്യൻ്റെ വീട്ടുകാർ തന്നെ അവൻ്റെ ശത്രുക്കളെന്ന് പറഞ്ഞു. ശത്രു ആരുമായിരിക്കാം? അപേക്ഷിക്കുന്ന ദൈവമക്കളെ നിർമ്മലമായ മനസ്സോടെ, വിശ്വാസത്തോടെ, ഭയഭക്തിയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ചോദിക്കുന്ന ഏവർക്കും ധാരാളം പകർന്നു കൊടുക്കുന്ന എൻ്റെ പൊന്നു തമ്പുരാൻ, വിശ്വസിക്കുന്ന മക്കളെ വിരിച്ച ചിറകിൻ മറവിൽ മറയ്ക്കുന്ന പൊന്നു തമ്പുരാൻ, നീതിമാനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയോടുകൂടി വിളിച്ചപേക്ഷിക്കുവാൻ ഉത്തരം തരുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്ന ഒരു നല്ല ഒരനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആയിരിക്കട്ടെ. ദൈവമക്കളെ, തളർന്നു പോകരുത്, പതറിപ്പോകരുത്. വിടുവിക്കുവാൻ കർത്താവ് കൂടെ ഉണ്ടല്ലോ, സഹായിപ്പാൻ ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ലോകത്തിൻ്റെ സഹായമല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, ലോകത്തിൻ്റെ കരുതലല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. സ്വർഗസ്ഥനായ പിതാവിൻ്റെ കരുതൽ, ആ സ്നേഹം, ആ വാത്സല്യം ദൈവമക്കളെ നമുക്ക് ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല. ഒന്ന് വിളിച്ചപേക്ഷിക്കുന്നൊരു മനസ്സ്, തളർന്നു പോകാത്ത മനസ്സ് ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവേ, വീടിനകത്തു നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ലാത്തവണ്ണം ശത്രുക്കൾ നിമിത്തം വേദന അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടക്കാരെ നിമിത്തം പേടിച്ച് കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്തിനെ ചൊല്ലിയാണോ നിന്റെ മക്കള് ഇത്രമാത്രം ഭാരത്തോടെ പെരക്കകത്തിരുന്നുകൊണ്ട് കരയുന്നത്? എന്തിനാണ് കർത്താവെ? ഏതവസ്ഥയാണ് കർത്താവെ? അടിയങ്ങൾ അറിയുന്നില്ല. എങ്കിലും അനുഭവത്തിലൂടെ പോകുന്ന മക്കള് ഇന്ന് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളത്തെ അറിയുന്ന കർത്താവെ, വേഗത്തിൽ നിന്റെ മക്കൾക്ക് അവിടുത്തെ സഹായം അയച്ച ദൈവമേ, എൻ്റെ ഭവനത്തിൽ യഹോവ എനിക്ക് വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു പറയുവാൻ ദൈവം സഹായിക്കണമേ. എന്തിനെ ചൊല്ലി ഭാരപ്പെടുന്നുവോ അതിൽ നിന്നൊരു വിടുതൽ കർത്താവ് ഒരുക്കി കൊടുത്ത് അനുഗ്രഹിക്കണേ. യേശു കർത്താവിൻ്റെ വലിയേറെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പ കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ. യേശുവേ സ്തോത്രം.